ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ കാൻബറയിലേക്ക് ഒരു 2 ഡേ ട്രിപ്പായിരുന്നു ഡിസംബർ വെക്കേഷനിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻറ്റർ സ്റ്റേറ്റ് ട്രാവൽ കൂടിയായിരുന്നു. വീട്ടിൽ നിന്നൊരു 3 അവർ ഡ്രൈവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് 2 സ്ഥലങ്ങളിലേക്കാണ്. മെയിനായിട്ട് പാർലമെൻറ്റ് ഹൗസും പിന്നെ കോയിൻ ഫാക്ടറിയും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാർലമെൻറ്റ് ഹൗസിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു കേട്ടോ. ദൈവം സഹായിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുടയും തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്കിനി മെല്ലെ അകത്തേക്ക് കടക്കാം. എൻട്രി ഫ്രീ ആയിരുന്നു. പിന്നെ ഇതാണ് ഒരു ക്രിസ്മസ് ടൈം ആയിരുന്നല്ലോ, ഡിസംബർ 27 ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് തീമൊക്കെ ഉണ്ടായിരുന്നു. തീം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. പിന്നെ തലങ്ങും വിലങ്ങും ആൾക്കാർ നടക്കണ്ടായിരുന്നു. ഇന്ന സ്ഥലത്തേക്ക് നടക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരുടെ പിന്നാലെ ഞങ്ങൾ നടന്നു. ചില ആൾക്കാർ ഗൈഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഗൈഡ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഗൈഡൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ സെൽഫ് എക്സ്പ്ലോറിംഗ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഓസ്ട്രേലിയ തന്നെ സ്റ്റാർട്ടിങ് ഫ്രം 1215 ആ ഒരു ടൈം മുതൽക്ക് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അങ്ങനെ കുറേ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ബോർഡിലും വായിച്ചു നോക്കാനൊക്കെ എവിടെ സമയം, വായിച്ചാലോട്ട് ഫോക്കസ് കിട്ടുമല്ലേ. കാരണം എന്താ, നേച്ചേഴ്സ് കോൾ, പിന്നെ വിശപ്പിൻ്റെ വിളി, എൻ്റെ ദൈവമേ മതിയായി നടന്നിട്ട്. പിന്നെ ഇവിടെ ഒരു മാഗ്ന കാർട്ട എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവത്തിനെ പറ്റി പറയുണ്ടായിരുന്നു. അത് ഇങ്കാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്ലാഗ്സ് ആക്ട്, എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് ഒരു ഫ്ലാഗ് വന്നത്, അതിൻ്റെ ഹിസ്റ്ററി, ഇവിടെയാണ് മെയിനായിട്ടുള്ള ഫോക്കസ്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. മെമ്പേഴ്സ് ഓഫ് ദി പാർലമെൻറ്റ് ഇരുന്നിട്ട് അന്താരാഷ്ട്ര തീരുമാനങ്ങൾ എടുക്കുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലം പാർലമെൻറ്റ് ഹൗസത്തെ. അവിടെ കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊരു ഒന്നൊന്നര ഫീലായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ മെല്ലെ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ കണ്ടൊരു സാധനം എന്താണെന്ന് വെച്ചാൽ നോ എൻട്രി എന്നുള്ളൊരു സ്ഥലമായിരുന്നു. നോ ആക്സസ് ബിയോണ്ട് ദിസ് പോയിന്റ്. അപ്പോൾ അവിടെ എന്താ ഉള്ളതെന്ന് എന്തായാലും നോക്കാനൊരു ടെൻഡൻസി വരുമല്ലോ. പിന്നെ അധികം അങ്ങോട്ട് ധൈര്യം ഇല്ലാത്ത കാരണം അത് കടന്നു പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. പിന്നെ ഞങ്ങൾ സെനറ്റ് ചേംബർ കണ്ടു. അയ്യോ മതിയായി, വിശന്ന് മതിയായി. അപ്പോഴേക്കും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഫുഡ് കഴിക്കാനല്ല, അവിടെ തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. വിശന്ന് പൊരിഞ്ഞ് കിളി പോയ അവസ്ഥയാണ് കേട്ടോ ഇത്. രാവിലെ ഒരു ബ്രെഡ് മാത്രം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ പാർലമെൻറ്റ് ഹൗസിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റ് ആവാനുള്ള ടൈമാണ്. അവിടുത്തെ ഒരു സൊവനിയർ ഷോപ്പായിരുന്നു. ഇതിങ്ങനെ നോക്കി കാണാനൊക്കെ കൊള്ളാം, പക്ഷേ പിള്ളേർക്ക് അധികം അങ്ങോട്ട് എൻജോയബിൾ അല്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ ഇപ്പോൾ എന്താ കാണാനുള്ളത് പാർലമെൻറ്റ് ഹൗസിലെ കുട്ടികൾക്ക്. പിന്നെ ഇതാണ് മൊത്തത്തിൽ അവിടുത്തെ ഒരു ലോണിൻ്റെ സെറ്റപ്പൊക്കെ. ആഹാ എന്ത് സുഖം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് റോയൽ ഓസ്ട്രേലിയൻ മിൻറ്റ് കോയിൻ ഫാക്ടറി. ആ സ്റ്റെപ്പുകളിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇതാണ് ആ സ്റ്റെപ്പുകൾ, ഫുള്ളും കോയിൻസാ. എൻ്റെ ദൈവമേ, ഇവിടെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇത് മെയിനായിട്ടൊരു ഫാക്ടറി, കോയിൻ ഫാക്ടറി എന്ന് പറയാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോയിൻസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ കോയിൻസിൻ്റെ ഹിസ്റ്ററി. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഓരോ കോയിൻസിൻ്റെ ടച്ച് ചെയ്ത് നമുക്ക് ആ കോയിൻസിൻ്റെ ഓരോ മൈന്യൂട്ടായ ഡീറ്റെയിൽസൊക്കെ നമുക്കിങ്ങനെ നോക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. വളരെയധികം വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു. ഇവിടെയായിരുന്നു മെയിനായിട്ട് കോയിൻ സെറ്റപ്പ്, ഫാക്ടറി അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത്. വെരി ഇൻട്രസ്റ്റിംഗ് ടു ബി ഓണസ്റ്റ്. ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാതെയാണ് കേട്ടോ കോയിൻ ഫാക്ടറി ആൻഡ് പാർലമെൻറ്റ് ഹൗസിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇനിയിപ്പോൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. 2 PM ചെക്ക് ഇൻ ടൈം. ഞങ്ങൾ ഹോട്ടലെത്തിയപ്പോൾ ഏകദേശം ഒരു 3 PM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 2:30 3 PM ആയിട്ടുണ്ടായിരുന്നു. ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും വേറൊരു സ്ഥലമായ ലുക്ക് ഔട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. നടന്നില്ല. അടിപൊളിയായിട്ട് 3-4 മണിക്കൂർ കിടന്നുറങ്ങി. അപ്പോഴേക്കും നൈറ്റായി. ചെറിയ റൂമായിരുന്നു, എന്നിരുന്നാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി സെക്കൻഡ് ഡേ ട്രിപ്പ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.